നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബറിന് ആഗോളതലത്തിൽ മുന്നേറ്റം. ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ പുതിയ ദിശ കണ്ടെത്തിയ ആവേശത്തിലാണ്. ഒരു മാസമായി കിലോ 403 മുതൽ 436 എന്നിൽ നിലകൊണ്ട റബ്ബർ പിന്നിട്ട വാരം 436 നിർണായക പ്രതിരോധം തകർത്ത് 439 വരെ കയറി. റബ്ബറിന് 445 മുതൽ 452 എന്നിൽ പ്രതിരോധമുണ്ട്. തിരുത്തലിന് ശ്രമം നടന്നാൽ 430 ആദ്യ താങ്ങുണ്ട്. 419 പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ സെപ്റ്റംബർ രണ്ടാം പകുതിയിൽ 396 എന്നിലേക്ക് സാങ്കേതിക പരീക്ഷണങ്ങൾ നടത്താം. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായത് ക്രൂഡ് ഓയിൽ വില വർദ്ധിപ്പിച്ചതോടെ സിന്തറ്റിക് റബ്ബർ വിലയും ഉയർന്നു. ഇതിനിടയിൽ തായ്ലൻഡിന് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് റബ്ബർ ഉൽപ്പാദനം ഉയർത്താനാകാത്തത് വിപണിയുടെ അടിത്തറ ശക്തമാക്കി. വാരാന്ത്യം ബാങ്കോക്കിൽ റബ്ബർ കിലോ 267 രൂപയിലാണ്. സംസ്ഥാനത്ത് റബ്ബർ ഉൽപ്പാദനം പിന്നിട്ട മാസങ്ങളെ അപേക്ഷിച്ച് ഓഗസ്റ്റ് ആദ്യ പകുതിയിൽ വർദ്ധിച്ചു. തെളിഞ്ഞ കാലാവസ്ഥ കണ്ട് കർഷകർ ടാപ്പിങ്ങിന് ഉത്സാഹിച്ചതിനിടയിൽ സ്റ്റോക്കിസ്റ്റുകൾ കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റ് വിൽപ്പനയ്ക്ക് നീക്കം നടത്തി. 4ാം ഗ്രേഡ് 276 രൂപയിൽ നിന്നും 274 രൂപയായി. 5ാം ഗ്രേഡിന് 271 രൂപയിൽ നിന്നും 269 രൂപയായി. ഒട്ടുപാൽ 18,300 രൂപയിലും ലാറ്റക്സ് 19,000 രൂപയിലുമാണ്. റബ്ബർ വില കിലോയ്ക്ക് 300 രൂപയിലെത്തുമെന്ന കർഷകരുടെ പ്രതീക്ഷയാണ് ടയർ കമ്പനികൾ തല്ലി തകർത്തത്. തലേവാരം കിലോ 10 രൂപ കുറഞ്ഞിരുന്നു. പോയ വാരം കിലോ 1 രൂപ കുറഞ്ഞു. വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറഞ്ഞിട്ടും വില കൂടാത്തതിൽ കർഷകർ ആശങ്കയിലാണ്. രാജ്യാന്തര വില കുറഞ്ഞിരിക്കെ ഇറക്കുമതി കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ലെന്ന് ടയർ കമ്പനികളിൽ ഒരു വിഭാഗം വാദിക്കുന്നു. ഇറക്കുമതി നികുതി, കപ്പൽ കൂലി, തൊഴിൽ കൂലി ഉൾപ്പെടെ ഇറക്കുമതി ചെയ്ത റബ്ബറിന് 290 രൂപയെങ്കിലും കിട്ടണം. ഇവിടെ 290 രൂപയിൽ താഴെയാണ് വില. ഇതുകൊണ്ടാണ് ഒരു വിഭാഗം ഇറക്കുമതിക്ക് താൽപ്പര്യം കുറച്ചത്. ടയർ കമ്പനികൾക്ക് റബ്ബർ ആവശ്യം കൂടിയിരിക്കെ മനഃപൂർവ്വം വില കുറച്ചെന്നാണ് ബ്രോക്കർമാരിൽ ഒരു വിഭാഗം രഹസ്യമൊഴി നൽകിയത്. വിതരണക്കാർ റബ്ബറിൻ്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് വില ഉയർത്തി വാങ്ങാൻ തീരുമാനിച്ചെങ്കിലും ടയർ കമ്പനികൾ കണ്ണടച്ചത് വാങ്ങലിനെ ബാധിച്ചു.